കുറേ നാളുകൾക്ക് മുമ്പൊരു വഴിപാടുണ്ടായിരുന്നു നമ്മുടെ തൊഴുവങ്കോട് അമ്പലത്തിലൊരു നിവേദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരു യാത്ര പോയി. അതങ്ങ് കഴിഞ്ഞു. അവിടുന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും വിശന്നിട്ട് പൊരിഞ്ഞിട്ട് വയ്യ. അപ്പോൾ വെളിയിലത്തെ തട്ടുകടയിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഒരേ നിർബന്ധം നമ്മുടെ ശ്രീജിത്തിൻ്റെ കട അതിൻ്റെ അടുത്താണെന്ന്. ശ്രീജിത്തിൻ്റെ കട എന്ന് പറഞ്ഞാൽ എൻ്റെ ആരുമല്ല, ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് റീലുകളിൽ ഉണ്ടായ തലേ ദിവസത്തെ ബീഫിനെ വരട്ടി നല്ല കറുത്ത ബീഫ് കറിയും പൊറോട്ടയും അപ്പവും ദോശയൊക്കെ കിട്ടുന്ന ഒരു ഫേമസ് കട. അങ്ങനെ ആ കടയും തപ്പി ഇവിടെ എത്തി. ഇതാണ് ആ കട. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഇരിക്കാനാണെങ്കിൽ 2 ബെഞ്ചും 3 കസേരയും മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇട്ടാവട്ടത്താണ് നമ്മൾ ഇരിക്കേണ്ടത്. കഴിച്ചിറങ്ങുന്നവർ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. അതാണ് അവിടുത്തെ പതിവ്. അങ്ങനെ ഞങ്ങളും അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയുടെ ഒടുവിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടെ ഇവിടെയായിട്ട് ഓരോ ചെയറുകൾ ഒഴിഞ്ഞു കിട്ടി. പാറക്കുട്ടിയുടെ അപ്പവും എൻ്റെ പൊറോട്ടയും എല്ലാം ഒരുമിച്ച് അതിൽ തന്നെ വെച്ചു. എന്നിട്ട് അതങ്ങ് കഴിക്കാൻ തുടങ്ങി. അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയൊക്കെ കൂടെ ഞങ്ങൾ എല്ലാവർക്കും കൂടെ ബീഫാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ബീഫ് റെഡിയാക്കി. ബീഫും പൊറോട്ടയും അപ്പവും പിന്നെ രസവടയും പഴംപൊഴിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല കുറുകി കറുത്ത ബീഫും അത് ഏകദേശം ഒരു ഫ്രൈഡ് മെത്തേഡിലാണ് ഇരുന്നത്. അതും കൂട്ടി അങ്ങ് പൊറോട്ട കഴിച്ചു. ഗ്രേവി അല്ലെങ്കിൽ അവിടെ ഇല്ല, പക്ഷെ നമുക്ക് സാമ്പാറോ ചമ്മന്തിയോ കടലക്കറി ഉള്ളിക്കറി മുട്ടക്കറി അങ്ങനെയുള്ള കറികളൊക്കെ അവിടെ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും അതുവഴി പോവുകയാണെങ്കിൽ കഴിച്ചു നോക്കണേ.